റഷ്യൻ ആക്രമണത്തിൽ വിരണ്ട് പാശ്ചാത്യ ലോകം. കഴിഞ്ഞ ദിവസം യുക്രൈനെതിരായി റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ അറിയാതെ തന്നെ പോളണ്ടിന്റെ മുകളിലേക്ക് ഡ്രോൺ പ്രവേശിച്ചതിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. നാറ്റോ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുകയും ഉടൻ തന്നെ ഡ്രോണുകളെല്ലാം വെടിവെച്ചിടുകയും ചെയ്തിരുന്നു. എന്നാൽ പോലും വലിയ ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അതായത് യുക്രൈൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് റഷ്യൻ പ്രസിഡന്റിനെ ആണോ എന്നതും വിലയിരുത്തപ്പെടുന്നു. കാരണം പുടിനെ ലക്ഷ്യം വെച്ച് യുക്രൈൻ ഡ്രോൺ ആക്രമണമാണോ നടത്തിയതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഡസനിലധികം റഷ്യൻ ഡ്രോണുകൾ, അതായത് ചിലത് റഷ്യയുടെ സഖ്യകക്ഷിയായ വെലാസൂറിൽ നിന്നായിരുന്നു പുറപ്പെട്ടതെന്നും വ്യക്തമാക്കുന്നു. പോളണ്ടിന്റെ വ്യോമ അതിർത്തി ലംഘിച്ചതിന് പിന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരായ വധശ്രമമായിരുന്നു എന്നത് തന്നെയാണ് ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ സംശയിക്കാൻ ചില കാരണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നതും. കഴിഞ്ഞ ദിവസം രാത്രി കരിങ്കടൽ തീരത്തെ സോച്ചി നഗരത്തിൽ യുക്രൈൻ ഡ്രോണുകൾ കനത്ത ആക്രമണം നടത്തുമ്പോൾ പുടിൻ അവിടെ ഉണ്ടായിരുന്നുവെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ഡ്രോൺ ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ യുക്രൈൻ അത്തരമൊരു ആക്രമണത്തിന് തുനിഞ്ഞതെന്ന ആരോപണങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട്. പടിഞ്ഞാറൻ യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിടുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി തന്നെ ഡ്രോണുകൾ പോളിഷ് അതിർത്തിയിലേക്ക് വഴിതെറ്റി എത്തിയതെന്നും ഭയന്നുപോയ പോളണ്ട് ആകട്ടെ നാറ്റോ അംഗരാജ്യങ്ങളുടെ സഹായം തേടുകയാണ് പിന്നീടുണ്ടായത്. പോർ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പോളിഷ്, ഡച്ച് പോർ വിമാനങ്ങൾക്ക് ജർമ്മൻ, ഇറ്റാലിയൻ പ്രതിരോധ സജ്ജീകരണങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നതായും അതുപോലെ തന്നെ ആൾനാശം ഒന്നുമില്ല എന്നും, പക്ഷേ തകർന്ന റഷ്യൻ ഡ്രോണുകൾ വസതികൾക്ക് മുകളിലൂടെയും മറ്റും പതിച്ചത് ചില്ലറ നാശനഷ്ടങ്ങൾക്ക് സാധ്യമായതെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. അതേസമയം പോളിഷ് വ്യോമാതിർത്തി ലംഘിച്ച യന്ത്രങ്ങൾ റഷ്യയിൽ നിന്നും പുറപ്പെട്ടതാണ് എന്നാണ് അത് തെളിയിക്കുന്നതൊന്നും തന്നെ ഹാജരാക്കാൻ പോളണ്ടിന് കഴിഞ്ഞിട്ടില്ല എന്നും ആരോപണങ്ങൾ വ്യാജമാണ് എന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പോളണ്ടിന്റെ മണ്ണിലെ ഒന്നും തന്നെ ലക്ഷ്യം വെക്കാനുള്ള പദ്ധതിയില്ല എന്നും സംഭവത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും റഷ്യ അറിയിക്കുകയും ചെയ്തു. റഷ്യ പ്രകോപന സാധ്യതയുടെ പരിധികളുടെയും അതുപോലെ നാറ്റോയുടെ പ്രതികരണവും പരീക്ഷിച്ച് നോക്കുകയാണ്. റഷ്യയെ അപലപിക്കുന്ന പ്രസ്താവനകളല്ല എന്നും അതുപോലെ തന്നെ നടപടികളാണ് വേണ്ടതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എങ്ങും തൊടാതെ ഇങ്ങനെ ഒരു കാര്യം കുറിച്ചിട്ടുമുണ്ട്. പോളണ്ടിന്റെ വ്യോമാതിർത്തി റഷ്യ ലംഘിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തുടങ്ങുകയായി. ട്രംപിന്റെ വാക്കുകൾ സംഭവത്തിന്റെ ഗൗരവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് എന്നാണ് അമേരിക്കയിൽ നിന്നും ആരോപണങ്ങൾ ഉയരുന്നതും. റഷ്യക്കെതിരെ രണ്ടാം ഘട്ട ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേയായി. അതേസമയം യുക്രൈനുള്ള സഹായം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്ന കാര്യം അമേരിക്ക ആലോചിക്കുകയാണ് എന്നും ഈ സാഹചര്യത്തിൽ റഷ്യക്കെതിരെ കൊമ്പ് കോർക്കുന്നതിന് ഇറങ്ങിയാൽ യുദ്ധങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ആശങ്കയും യൂറോപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, മുൻപും റഷ്യയുടെ ഡ്രോണുകളും മിസൈലുകളും അവിടെ എത്തുകയും ലിത്വാനിയൻ രാജ്യങ്ങളുടെയും വ്യോമാതിർത്തികൾ ഭേദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ അതിർത്തി ലംഘനം ഇതാദ്യമാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. നാറ്റോ രാജ്യങ്ങളുടെ ഓരോ ഇഞ്ച് ഭൂമിയും സംരക്ഷിക്കുമെന്ന് നാറ്റോയിലെ വാഷിംഗ്ടൺ അംബാസിഡർ മാത്യു വിറ്റാക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനിലെ യുദ്ധം കൂടുതൽ വ്യാപകമാകാനുള്ള അല്ലെങ്കിൽ അപകട സാധ്യതയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് വലിയ ഉത്കണ്ഠയാണ് രേഖപ്പെടുത്തുന്നത്. ഐക്യരാഷ്ട്രസഭാ സമിതി പോളണ്ട് സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുമെന്നും വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രാജ്യം തുറന്ന യുദ്ധത്തിന് ഏറ്റവും അടുത്തെത്തിയത് ഇപ്പോഴാണ് എന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.